ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. സിസ് യാത്രയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കിഡ്സ് പാർട്ടി. ഓക്കെ, അപ്പോൾ കമ്പനി ഒരു കിഡ്സ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഒരു 12 മണി തൊട്ട് വൈകിട്ട് വരെ ഉണ്ട് കേട്ടോ. വൈകിട്ട് 5 മണി വരെയാണ് പാർട്ടി ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഇറങ്ങാൻ പോവാണ്. 12 മണിക്കാണ് അവിടെ തുടങ്ങുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ കിഡ്സ് പാർട്ടിക്ക് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, പിള്ളേർക്കുള്ള ഗെയിം ആക്ടിവിറ്റീസ് അങ്ങനെ എന്തൊക്കെയോ ആണ് ഉള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അമ്മുന് എന്താ തോന്നണേ? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഗെയിംസ് ഒക്കെ ആയിരിക്കും കുട്ടികൾക്കുള്ള. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ഓക്കെ. അല്ല, ഗെയിംസ് എന്ന് വെച്ചാൽ മറ്റേ മെഗാമോളത്തെ പോലെയാണോ? അല്ല, പിന്നെ ഓടം ചാടം ഒക്കെ ആയിരിക്കും. ആണോ? അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാവേ. നമ്മളിതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോയി, കാരണം അമ്മ പറഞ്ഞതാണ് കറക്റ്റായത്. അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ അവിടെ കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെ എൻട്രൻസ് എത്തി കണ്ടപ്പോൾ തന്നെ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ചെന്നതും ഫസ്റ്റ് കയറിയത് ഇതിലായിരുന്നു, മറ്റേ ട്രാംപോളിൻ പോലെ ഇങ്ങനെ പൊങ്ങിപ്പോയില്ലേ. അപ്പോൾ അത് നമ്മൾ തന്നെ പൊങ്ങണം കേട്ടോ. നമ്മൾ മറ്റേ മോളിലൊക്കെ പോകുമ്പോൾ അവർ തന്നെ ഒരു ഇത് വെച്ചിട്ട് അവർ പൊക്കുമല്ലോ. ഇത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ഒരു എഫേർട്ട് അതിനകത്ത് ഇടണമായിരുന്നു. അങ്ങനെ കുറേ നേരം ഇതിൽ കളിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ചു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. പക്ഷേ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കളിക്കാനായിട്ട്. അതും പിന്നെ അൺലിമിറ്റഡും കൂടെ ആയതുകൊണ്ട് പിന്നെ സന്തോഷം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മോളുകളിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പേ ചെയ്തിട്ടാണല്ലോ ഓരോ പ്രാവശ്യം കളിക്കുന്നത്. ഇത് പക്ഷേ അൺലിമിറ്റഡ് ആയിട്ട് എത്ര നേരം വേണമെങ്കിലും ഉച്ച തൊട്ടിട്ട് വൈകുന്നേരം വരെ കയറാൻ പറ്റുമായിരുന്നല്ലോ. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഈവൻറ്റ് കമ്പനി കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ദിവസം ഫുള്ള് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും പാരൻസിനൊക്കെ ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്ന ഒരു കൺട്രി സൈഡിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ഒഴിഞ്ഞൊരു സ്ഥലം. അപ്പുറത്തൊക്കെ ഇങ്ങനെ കാട് പോലെ കിടക്കുന്നത്. ഇപ്പം വെഡ്ഡിങ്ങും ഈവൻറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അമ്മുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. അമ്മ കുറേ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം അമ്മ കയറിയത് ഇതിനകത്തായിരുന്നേ. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. ദേ അടുത്ത് അമ്മ കയറാൻ പോകുന്നത്. മുറുകെ പിടിച്ചോട്ടാ, പിടിച്ചോ. 2 സൈഡും ബാലൻസ് ചെയ്തോ. പിടിച്ചോ 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 പിടിച്ചോ. അതീ തന്നെ പിടിച്ചോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പാടുണ്ടായിരുന്ന? സമയം കൂടുന്നോറല്ലേ കുറച്ച് ഫാസ്റ്റ് ആയിക്കോട്ടെ. ഇതിൻ്റെ സ്പീഡും ആ തിരിക്കുന്നതൊക്കെ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ലേഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ കയറുമ്പോൾ അവർ പതുക്കെ ചെയ്യുന്നത്. വലിയ കുട്ടികൾ കയറുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ താഴെയിപ്പിക്കുന്നത്. പിന്നെ അതിൽ കുറേ പ്രാവശ്യം കയറി കഴിഞ്ഞിട്ട് പിന്നെ അത് അടുത്ത സാധനത്തിൽ കയറാൻ വേണ്ടി വന്നേക്കുവാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കയറുമ്പോൾ പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഫുള്ളായിട്ട് ഇങ്ങനെ കറക്കുന്നൊരു സംഭവമായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ട്? നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്താ പ്രകൃതി രമണീയമായ സ്ഥലം. അതിൽ ഇങ്ങനെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഇതാണ് ഫുൾ വ്യൂ. ഇത് കണ്ടോ, ഫുള്ളിട്ട് കറക്കുകയാണ് അവരെ. അമ്മ ക്യൂ നിൽക്കുകയാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട്.
ഇതാണ് ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂവേ. ആ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് കുഞ്ഞൊരു ഓപ്പൺ ഓഡിറ്റോറിയം പോലെയുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ നല്ല പുല്ലൊക്കെ ഉള്ള നല്ല നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. കാലത്തൊക്കെ നല്ല മഴയായിരുന്നു നമ്മൾ ഈ പോയ ദിവസം. പക്ഷേ ഇവൻ്റ് തുടങ്ങിയിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മൂസേ പേടിയുണ്ടോ? കുറച്ചാ എന്നാ കയറണ്ട ബാ. കയറണോ? അപ്പോൾ എപ്പോഴാണ് അമ്മൂൻ്റെ ടേൺ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇതേ അപ്പോൾ ഇനി അടുത്തത് അമ്മൂൻ്റെ ടേണാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മൂനെ നല്ല പേടിയുണ്ട് കയറാൻ. പക്ഷെ എന്നാൽ കയറും വേണം കേട്ടോ. അങ്ങനത്തെ ഒരു മിക്സഡ് ഫീലായിരുന്നു. പിന്നെ അമ്മ പോയി ഒറ്റയ്ക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ അപ്പ പോയി കയറ്റി ഇരുത്തി കൊടുത്തു കേട്ടോ. അങ്ങനെ ദേ അമ്മു റൈഡിൽ കയറാൻ പോവാണ്. ദേ ഇരുത്തി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊന്നും കയറിയിട്ട് ആരും സൗണ്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണമെങ്കിൽ എൻ്റെ കുട്ടികളൊന്നും സൗണ്ട് ഉണ്ടാക്കാത്തതെന്ന്. അത് കഴിഞ്ഞിട്ട് അമ്മ ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇയാൾക്കൊരു മിനിറ്റ് പോലും റെസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. എപ്പോഴും കുട്ടികളുണ്ടാവും, എപ്പോഴും ഒരു ക്യൂ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. ആ ഫുഡ് കഴിക്കാൻ പോയ ഒരു ഗ്യാപ്പ് മാത്രമേ പുള്ളിക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായുള്ളൂ. ബാക്കി ഫുൾ ടൈം ഇത് പക്ഷേ ഇങ്ങനെ എന്താണ് ഓട്ടോമാറ്റിക് അല്ലല്ലോ, ഇയാൾ തന്നെ ഇങ്ങനെ തിരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം ഈ പുള്ളി ബിസി ആയിരുന്നു. അപ്പോൾ അതേ അമ്മ അതിനകത്ത് ഇങ്ങനെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളനുസരിച്ചിട്ടാണ് കേട്ടോ ഇവർ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പേടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടും, പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ പതുക്കെ മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ. എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനി ഇങ്ങനെ ഒരു ദിവസം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഈ ഇവൻ്റ് എല്ലാ വർഷവും നടത്തുന്നതാണ്. അത് പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്താ പേടിച്ചിട്ടാ? പേടിയല്ല, ഇങ്ങനെ കറങ്ങുമ്പോ നമ്മുടെ തല ഇങ്ങനല്ലേ പോണേ. അപ്പൊ സൗണ്ട് തല ഇറങ്ങിയോ? തല ഒന്നും കറങ്ങില്ല. പക്ഷെ ഇങ്ങനെ തല കുത്തുമ്പോ ആർക്കും സൗണ്ട് ഉണ്ടാക്കാൻ തോന്നില്ല. ഒരു കുഞ്ഞു ബേബി കയറിയേക്കണ നോക്കിയേ. അങ്ങനെ കുറച്ച് റൈഡിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അമ്മൂൻ്റെ 2 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഞാനൊരു ചീസ് എടുത്തിട്ടുണ്ടായിരുന്നേ. ലോക ദുരന്തമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഷീച്ചറിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. എവിടെ പോയാലും ഇവർ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഐസ്ക്രീം ഐറ്റംസ് ആയിരിക്കുമല്ലോ. അങ്ങനെ അപ്പയ്ക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പയ്ക്ക് ഐസ്ക്രീം എടുത്തുകൊണ്ടെന്ന് കൊടുത്തേക്കാണ് കേട്ടോ അമ്മൂസ്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മു അവിടെ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അമ്മ ഒരു ബോട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ അവിടെ കുറേ ഗിൽട്ടും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അമ്മു അത് ഡെക്കറേറ്റ് ചെയ്തു. അപ്പയും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മറ്റേ PVR ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് 4 മിനിറ്റ് അത്ര ടൈമൊക്കെയാണ് ഓരോ ഇങ്ങനെ എന്താ പറയുക വീഡിയോസ് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ അത് കണ്ടു. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മളവിടെ പോയിട്ട് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയിട്ട് അവിടെ പോയി ഇരിക്കുവാണെങ്കിൽ ഫോട്ടോ എടുത്ത് നമുക്കത് പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ ഇരുന്നിട്ട്. യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ UAE ഇത്രയും നാളുണ്ടായിട്ടും ഈ സെയിം കമ്പനി തന്നെ വർക്ക് ചെയ്തതാണെങ്കിലും ഇങ്ങനെയുള്ളൊരു കിഡ്സ് പാർട്ടിയൊന്നും കമ്പനി ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ കിഡ്സിന് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ലൊരു അടിപൊളി സംഭവമായിട്ട് നമുക്ക് തോന്നിയിട്ടോ. അങ്ങനത്തെ അമ്മ കുറേ റൈഡിലൊക്കെ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ, നല്ല തിരക്കുണ്ട്, അടിപൊളി സംഭവമാണ്. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാൻ പോവാണ്.
ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഹസ്ബൻഡിൻ്റെ കൊളീഗ്സിനൊക്കെ മീറ്റ് ചെയ്തത്. അപ്പോൾ അവരെല്ലാവരെയും കാണാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അമ്മൂനാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അമ്മൂനും. ഇവിടെ ഒരു ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൂടെ സണ്ണിനെയാണ് അവർ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് സണ്ണിനെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നത് നമ്മുടെ മറ്റേ ഉൽക്കയില്ലേ, അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് പിടിച്ചു നോക്കാൻ പറ്റും കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. കാണുമ്പോൾ പക്ഷെ നമുക്ക് അത്ര വെയിറ്റ് ഉണ്ട് നമുക്ക് തോന്നില്ല. പക്ഷെ അത് എടുത്തു കഴിയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി അതവിടെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇതുവരെ ഉൽക്ക കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടെലസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്ന ആ സണ്ണിൻ്റെ രൂപമാണ് കേട്ടോ അവിടെ ഫോട്ടോസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉൽക്ക ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വെച്ച് കണ്ടത്. അങ്ങനെ അതേ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ എന്നോട് ഭയങ്കര കമ്പനിയായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പോവാണ്. ബൈ ബൈ. ഒരു വില്ലേജിലാണ് ഈ പരിപാടി നടത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളിയായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ്. മറ്റേ ചെമ്മരിയാടുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ മണിയുടെ സൗണ്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദേ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂന് അവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർക്കിലും കയറി. കളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ വന്ന് കുറേ നേരം കളിച്ചിട്ടാണ് പോയത്. നമ്മൾ കിഡ്സ് പാർട്ടി നടന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങി കുറേ ദൂരം ഇറങ്ങുമ്പോൾ തന്നെ ഒരു കുഞ്ഞൊരു പാർക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിതേ അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മൂനെ അവിടെയും കൂടെ കളിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ദേ അവിടെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. അമ്മൂസ് ദേ ഇവിടെ പോകുന്നുണ്ടോ. അപ്പോൾ അമ്മ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവർ കുറച്ച് നേരം അവളെ കളിപ്പിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളെക്കാളും കൂടുതൽ അമ്മു നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് കണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.